വെൽക്കം ടു M&M ബയോളജി ട്യൂട്ടോറിയൽസ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽ തിയറിയെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെൽസിന്റെ ഡിസ്കവറിയുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് നോക്കിയത്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സെൽ തിയറി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന സയന്റിസ്റ്റ് മത്തിയാസ് ഷ്ലീഡൻ. അദ്ദേഹം ഒരു ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആണ്. ഇദ്ദേഹം 1838 ഡിഫൈൻ ദ സെൽ ആസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് പ്ലാന്റ് സ്ട്രക്ചർ. അപ്പോൾ പ്ലാന്റിന്റെ ബേസിക് യൂണിറ്റ് ആണ്, പ്ലാന്റിന്റെ സ്ട്രക്ചറിലെ ബേസിക് യൂണിറ്റ് ആണ് സെൽ എന്നാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത്, മത്തിയാസ് ഷ്ലീഡൻ. അതുപോലെ തന്നെ ഒരു എംബ്രിയോണിക് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ അത് എറൈസ് ചെയ്യുന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്, സെല്ലിൽ നിന്നാണ് എറൈസ് ചെയ്യുന്നതെന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ ഇദ്ദേഹം പ്ലാന്റിന്റെ രീതിയിൽ പ്ലാന്റിനെ പഠിച്ചിട്ട് പ്ലാന്റിലെ ബേസിക് സ്ട്രക്ചർ സെല്ലാണ് കണ്ടുപിടിച്ചു. In 1839, Theodor Schwann concluded that all plants and animals are made up of cells. അപ്പോൾ നമ്മുടെ മത്തിയാസ് ഷ്ലീഡനുമായിട്ടുള്ള സിമിലർ കൺക്ലൂഷനിലാണ് തിയോഡർ ഷ്വാനും എത്തിയേക്കുന്നത്. അദ്ദേഹം കണ്ടുപിടിച്ചു അനിമൽസിന്റെ കേസിലും അനിമൽസും ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ട് തന്നെയാണെന്ന്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ മനസ്സിലായത് എന്താണ്? പ്ലാന്റ്സും അനിമൽസും ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്. അതാണ് ഈ രണ്ട് സയന്റിസ്റ്റുകളുടെയും ഡിസ്കവറി പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ തിയോഡർ ഷ്വാൻ ഡിസ്കവർ ചെയ്ത മറ്റൊരു കാര്യമാണ് സെൽ വോൾസ് ആർ യൂണിക് ടു പ്ലാന്റ് സെൽസ്. നമുക്കറിയാം പ്ലാന്റ് സെൽസിന് സെൽ വോൾ ഉണ്ട്, അനിമൽ സെൽസിന് സെൽ വോൾ ഇല്ല. അപ്പോൾ ആ ഒരു ഫീച്ചർ, പ്ലാന്റ് സെൽസിന്റെ യുണീക് ഫീച്ചർ ആണ് സെൽ വോൾ എന്നതും കണ്ടുപിടിച്ചത് തിയോഡർ ഷ്വാൻ ആണ്. ഇനി നമുക്ക് സെൽ തിയറിയുടെ ബേസിക് ടെനറ്റ്സിലേക്ക് പോകാം. 3 പ്രിൻസിപ്പിൾസ് ആണ് ഇതിന് ഉള്ളത്. ഒന്നാമത്തത്, ഓൾ ഓർഗാനിസംസ് കൺസിസ്റ്റ് ഓഫ് 1 or more സെൽസ്. എല്ലാ ഓർഗാനിസംസും ഒന്നോ അതിലധികമോ സെൽസും കൊണ്ട് കൂടി ഉണ്ടാക്കിക്കുന്നതാണ്. നമുക്കറിയാം ഏറ്റവും ചെറിയ ഓർഗാനിസം എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആയിരിക്കും. ഇപ്പോൾ ഹ്യൂമൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളൊക്കെ ഒത്തിരി മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, ഒത്തിരി സെൽസ് ആണ് നമ്മുടെ ബോഡിയിൽ, ട്രില്യൺസ് ഓഫ് സെൽസ് ആണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത്. ഇനി രണ്ടാമത്തെ ടെനറ്റ് എന്ന് പറയുന്നത് സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സ്ട്രക്ചർ ഫോർ ഓൾ ഓർഗാനിസംസ്. അതായത് എല്ലാ ഓർഗാനിസത്തിന്റെയും സ്ട്രക്ചറൽ യൂണിറ്റ്, ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. ഏറ്റവും അവസാനത്തെ ടെനറ്റ്, ഓൾ സെൽസ് എറൈസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അതായത് നേരത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ടോ മറ്റോ ആണ് പുതിയൊരു സെൽ ഉണ്ടാകുന്നത് എന്നാണ് അവസാനത്തെ ടെനറ്റ് പറയുന്നത്. അപ്പോൾ സെല്ലിനെ കുറിച്ചൊരു ഡിസ്കവറി വന്നതിന് ശേഷം സെല്ല് എങ്ങനെ ഉണ്ടാകുക എന്നതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഏറ്റവും അവസാനം വന്ന അതാണ് ഈ ടെനറ്റ്. ഏറ്റവും അവസാനം വന്ന ആ ടെനറ്റ്, അതായത് സെൽസ് പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ് എറൈസ് ചെയ്യുന്നത് എന്നത് കണ്ടുപിടിച്ചത് വിർഷോ ആണ്, റുഡോൾഫ് വിർഷോ 1855. അദ്ദേഹം published a statement based on his observation omnis cellulae which means that cells arise from pre-existing cells. അപ്പോൾ ഓർത്തിരിക്കുക, omnis cellulae e cellulae, അതിന്റെ അർത്ഥം സെൽസ് എറൈസ് ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെൽ തിയറിയിലെ 3 ടെനറ്റ്സിന്റെ കാര്യവും 3 സയന്റിസ്റ്റിന്റെ പേരും. ഇനി ഇതിനെല്ലാം ശേഷം സെൽസിന്റെ ഉള്ളിലുള്ള ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചു, സെൽസിനെയും കണ്ടുപിടിച്ചു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് സെൽസിന്റെ ഓർഗനൽസിന്റെ കാര്യം അറിയാം, സെൽസിന്റെ സ്ട്രക്ചർ, അകത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാം. അപ്പോൾ ഇതിനൊക്കെ ശേഷം നമ്മൾ സെൽ തിയറിനെ ഒരു എലാബറേറ്റഡ് വിഷ്വലും കാണുവാണെങ്കിൽ നമുക്ക് ഈ 4 ടെനറ്റ്സിന്റെ കാര്യം പറയാം. ഒന്നാമത്തത്, സെൽസ് ആർ ദ മോർഫോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിംഗ് ഓർഗാനിസം. എല്ലാ ലിവിംഗ് ഓർഗാനിസത്തിന്റെയും മോർഫോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെല്ലാണ്. ഫങ്ഷണൽ ആയാലും അതിന്റെ സ്ട്രക്ചറൽ ആയാലും എല്ലാം അതിന്റെ ബേസിക് യൂണിറ്റ് സെല്ലാണ്. ഇനി ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗിവൺ ഓർഗാനിസം ഡിപ്പെൻഡ് ഓൺ ദോസ് ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ സെൽസ്. ഒരു ഓർഗാനിസത്തിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിന്റെ സെൽസിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി സെൽസ് ഒറിജിനേറ്റ് ഓൺലി ഫ്രം അതർ സെൽസ് ആൻഡ് കണ്ടിന്യൂറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ത്രൂ ദ ജനറ്റിക് മെറ്റീരിയൽസ്. നമുക്കറിയാം നമ്മുടെ സെൽസിലാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസ്, നമ്മുടെ DNA, നമ്മുടെ ജീൻസ് എല്ലാം ഇരിക്കുന്നത് നമ്മുടെ സെൽസിലാണ്. അപ്പോൾ ഈ സെൽസ് ഇങ്ങനെ ഓരോ ജനറേഷൻ കഴിയുമ്പോൾ ഇങ്ങനെ ഈ ജനറ്റിക്, അതായത് നമ്മുടെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അത് കണ്ടിന്യൂഡ് ആയിട്ടിരിക്കും. ജനറ്റിക് മെറ്റീരിയൽസിന്റെ ഒരു പാസിങ് നടന്നിട്ട് ഈ കണ്ടിന്യൂറ്റി നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നു. അപ്പോൾ അതിനൊരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെൽസ് തന്നെയാണ്. ഇനി സ്മോൾ സെൽ, ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫ് ഈസ് ദ സെൽ. ലൈഫിന്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നതും സെൽസ് ആണ്. അപ്പോൾ ബേസിക് യൂണിറ്റ് ആണ്, സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. ഇനി നമ്മൾ പറഞ്ഞ ഈ 4 ടെനറ്റ്സും ഓർത്തിരിക്കുക.
അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ സെൽസ് ആർ ദ മോർഫോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ, സ്ട്രക്ചറൽ ആയിക്കോട്ടെ ഫങ്ഷണൽ ആയിക്കോട്ടെ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൽ ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗിവൺ ഓർഗാനിസം, നമ്മുടെ ഒരു ഓർഗാനിസത്തിന്റെ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സെല്ലിലാണ്. പിന്നെ അതുപോലെ തന്നെ ജനറ്റിക് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സെൽസ്. പിന്നെ ലൈഫിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നതും സെൽസ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് അടുത്തടുത്ത സീരീസ് പാർട്ടിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.